എല്ലാ ഉപരോധവും അപരാധമാണോ? ഉപരോധം നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. നമ്മൾ കാണുകയുണ്ടായി, ഈ ഉടക്ക് കർത്താവ് അനുവദിക്കുന്നത്, അല്ലെങ്കിൽ വഴിമുടക്കുന്നത്, അത് നമ്മോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നേർവഴിയിൽ നമ്മളെ നയിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പോലെ ഉപരോധം. ദൈവം ചില സാഹചര്യങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തും. അതെപ്പോഴും ഒരു അപരാധമായിട്ട് കാണരുത്. അങ്ങനെയുള്ളവർ ദൈവത്തെ അറിയാതെ പോകും. നമ്മുടെ നന്മയ്ക്കായി ചിന്തിച്ച പ്രവർത്തിച്ച ദൈവത്തെ ദുഷിക്കുന്ന അവസ്ഥയിലേക്ക് പോലും നാം തരം താഴ്ന്നെന്ന് വരും. അത് വരാതിരിക്കാൻ എല്ലാ ഉപരോധവും അപരാധമല്ല എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഒരു ചെറുപ്പക്കാരൻ സൂചിപ്പിച്ചൊരു കാര്യം, എൻ്റെ അച്ഛാ, ഞാൻ എന്ത് ആശയവുമായിട്ട് മുമ്പോട്ട് വന്നാലും എൻ്റെ അപ്പൻ അതിന് ഉടക്കിടും. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് നീ അതൊന്നും ചെയ്താൽ ശരിയാകില്ല, അങ്ങനെയെല്ലാം പറഞ്ഞ് അവന് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് കാരണം അവൻ പറയാം, എൻ്റെ മനസ്സ് തളർന്നു. ഈ ഉപരോധം നമ്മൾ അത്ര രസകരമായിട്ട് കാണുന്ന ഒരു കാര്യമല്ല. നമുക്ക് എന്തെങ്കിലും ആശയങ്ങളോ അങ്ങനെയുള്ള പ്ലാനുകളോ പദ്ധതികളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പ്രോത്സാഹനം കിട്ടണം, നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഉപരോധം ഏർപ്പെടുത്തിയ രാജാക്കന്മാർ. വേണമെങ്കിൽ ഒരു രാജാവ് മറ്റൊരു രാജാവിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത്. 2 രാജാക്കന്മാർ 17-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക, അസീറിയ രാജാവ് വന്ന് 3 വർഷം ഉപരോധം ഏർപ്പെടുത്തുന്ന ആ ഒരു രംഗമാണ്. രാജാവ് മറ്റൊരു രാജ്യത്തിനെതിരെ. 2 ദിനവൃത്താന്തം 32 1 മുതൽ വായിക്കുമ്പോൾ സെന്നക്കെരിബ് ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു രംഗം, ഇസ്രായേൽക്കാർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പേരിൽ അവരെത്രമാത്രം ദുരിതം അനുഭവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുടിവെള്ളം പോലും ആവശ്യത്തിന് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് അവർ തരം താഴ്ന്നു. യൂദിത്ത് 7-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഹോളോഫെർണസ് രാജാവ് ഉപരോധം ഏർപ്പെടുത്തിയ ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ രാജാക്കന്മാർ മറ്റ് രാജാക്കന്മാർക്കെതിരെ, രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതിനെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ദൈവം ഉപരോധം ഏർപ്പെടുത്തിയ സംഭവങ്ങളുണ്ട്. ഇനി അത് ജനത്തിൻ്റെ നാശത്തിന് വേണ്ടിയാണോ നന്മയ്ക്ക് വേണ്ടിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യെശയ്യാ 29-ന്റെ 3-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിനക്ക് ചുറ്റും, നിനക്കെന്ന് പറഞ്ഞാൽ ജെറൂസലേമിന് ചുറ്റും പാളയമടിക്കും, നിനക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും. ദൈവം ജെറൂസലേമിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയ സംഭവമാണ് യെശയ്യാ 29-ൽ നമ്മൾ കാണുക. എസെക്കിയേൽ 4-ാം അധ്യായം വായിക്കുമ്പോൾ ഇതുപോലെ ഉപരോധം ഏർപ്പെടുത്തുന്ന ദൈവത്തെ കാണാൻ പറ്റും. എസെക്കിയേൽ പ്രവാചകനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, ഇസ്രായേൽ ഭവനത്തിൻ്റെ, യൂദാ ഭവനത്തിൻ്റെ പാപഭാരം നീ ഏറ്റെടുക്കണം. അതിന് നീ ഇടത്തോട്ട് ചെരിഞ്ഞ് കിടക്കണം, പിന്നീട് നീ വലതോട്ട് ചെരിഞ്ഞ് കിടക്കണം. നമ്മളവിടെ കാണുന്നുണ്ട് 390 ദിവസം ഇടതോട്ട് ചെരിഞ്ഞ് കിടക്കുക, പിന്നീട് 40 ദിവസം വലതോട്ട് ചെരിഞ്ഞ് കിടക്കുക. അതും അവനെ കൂച്ചിക്കെട്ടിയിട്ടു, മറ്റൊരു സൈഡിലേക്ക് പോകാതെ നേരെ കിടക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇസ്രായേൽ ഭവനത്തിൻ്റെയും യൂദാ ഭവനത്തിൻ്റെയും പാപഭാരം അവൻ്റെ മേൽ വയ്ക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ 430 ദിവസം അനങ്ങാൻ മേലാതെ കിടക്കുന്ന പ്രവാചകനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് ഇസ്രായേലിനും അതുപോലെ തന്നെ യൂദാ ഭവനത്തിനും കർത്താവിൻ്റെ കാരുണ്യം ലഭിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് ചില ഉപരോധം അതൊരു ശിക്ഷയാണ്, ദൈവം നൽകുന്ന ഒരു ശിക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നിയമാവർത്തനം 28:53 മുതൽ 55 വരെ വായിച്ചാൽ നമ്മൾ കാണുക. അതിൻ്റെ 53-ാമത്തെ വചനം പറയുന്നത്, ഉപരോധം വഴി ശത്രുക്കൾ നിന്നെ ഞെരുക്കും, നീ വളരെയേറെ സഹിക്കേണ്ടി വരും. ആർക്കെതിരെയാണ് ഈ ഉപരോധം ഏർപ്പെടുത്തിയത്? കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരുന്നവർ. കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് ജീവിച്ച വ്യക്തികളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഉപരോധം. അത് നിൻ്റെ പാപത്തിനുള്ള ശിക്ഷയാണെന്ന്. നാലാമത്തെ കാര്യം, ഉപരോധം നല്ലതിനുമാകാം, ശിക്ഷ മാത്രമല്ല നല്ലതിനാകാം. വിലാപങ്ങൾ 3:9 ചെത്തിയെടുത്ത കല്ലുകൊണ്ടെന്ന പോലെ ഇസ്രായേൽക്കാരുടെ വഴി കർത്താവ് അടച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരനുദപിച്ചു, അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി. അവർ വീണ്ടും ഐശ്വര്യം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വിലാപങ്ങളുടെ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ. 1 രാജാക്കന്മാർ 21-25 വായിച്ചാൽ ആഹാബ് രാജാവിനെതിരെ സംസാരിക്കുന്ന, ഏതാണ്ട് ഉപരോധം ഏർപ്പെടുത്തിയതുപോലെ സംസാരിക്കുന്ന പ്രവാചകനെ കാണാൻ പറ്റും. ആഹാബ് രാജാവ് അനുദപിച്ചു, രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ഉപവാസം നോക്കി എളിമപ്പെട്ട് കർത്താവിൻ്റെ കാരുണ്യം പ്രാപിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവം എടുക്കുന്ന 3 സ്റ്റാൻഡുണ്ട്. ഏത് വേണേലും ദൈവം എടുക്കും. ഒന്ന്, വിട്ടു നിൽക്കും. നമുക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമില്ലെങ്കിൽ അങ്ങനെയുള്ളവരിൽ നിന്ന് ദൈവം അങ്ങോട്ട് വിട്ടു നിൽക്കും. യെരമ്യാ 2:13 പറഞ്ഞിട്ടുണ്ട്, ഈ ജനം 2 തിന്മ ചെയ്തു, ജീവജലത്തിൻ്റെ അരുവിയെ എന്നെ അവർ ഉപേക്ഷിച്ചു, എന്നിട്ട്
ജലം സംഭരിക്കാൻ കഴിയാത്ത പൊട്ടക്കിണർ കുഴിച്ച് അതിൽ ആശ്രയിക്കുക. അങ്ങനെയുള്ളവരിൽ നിന്നും ദൈവം വിട്ടു നിൽക്കും. മറ്റൊന്ന്, ദൈവം വിട്ടുകൊടുക്കും. ഇത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളാകാൻ ദൈവം അവരെ വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ എസെക്കിയേൽ 28 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത് മൂന്നാമത്തെ കാര്യമാണ്, ദൈവം നമുക്ക് ശത്രുവായി മാറാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, സീദോൻ ഞാൻ നിനക്ക് എതിരാണ്, സീദോൻ ഞാൻ നിനക്കെതിരാണ്, ഞാൻ നിനക്ക് ശത്രുവാണ്, നിനക്കെതിരെ ഭീകരരെ ഞാൻ അയക്കും. ഇപ്പോൾ നമ്മൾ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോട് ധിക്കാരം കാണിച്ച് ജീവിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ദൈവം എടുത്തുനിന്ന് വരും. ജെറമ്യാ 50:31 വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്. ദൈവം നമുക്കെതിരാകാനുള്ള ഏറ്റവും വലിയ ഒരു കാരണമാണ് നമ്മൾ അഹങ്കാരത്തിൽ ജീവിക്കുന്നത്. ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തേണ്ടത് തിരുത്തി കർത്താവിന് പ്രീതികരമായൊരു ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.